ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. കർത്താവ് നമ്മേവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ഈ നാളുകളിൽ വചനം കേട്ട് വചനം സംഗ്രഹിച്ച് ക്ഷമയോടെ കേട്ട വചനത്തിന് നിവൃത്തീകരണത്തിനായി നാം കാത്തിരിക്കുമെങ്കിൽ, വചനപ്രകാരം ജീവിക്കുമെങ്കിൽ ഫലം കൊടുക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നാം ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറും. അനേകർക്കൊരു അനുഗ്രഹമായി കർത്താവ് നമ്മെ മാറ്റും. വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 15-ാം വചനം. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ആമേൻ. Luke chapter 8 verse 15. But the seed on good soil stands for those with a noble and good heart, who hear the word, retain it, and by persevering produce a crop. Amen. ഇവിടെ നാം വായിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു പൂർണ്ണ ഫലം കൊടുക്കുവാൻ ആർക്ക് കഴിയും? അദ്ദേഹത്തിൻ്റെ 12 മുതലുള്ള വചനങ്ങളിൽ ആമേൻ, സ്തോത്രം. ബാക്കി 3 കൂട്ടരും വചനം കേൾക്കുന്നവരാണ്. പക്ഷേ വചനം കേൾക്കുന്നു എങ്കിലും പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനത്തെ എടുത്തു കളയുന്നു. കാരണം അവരുടെ ഹൃദയത്തിൽ പിശാചിൻ്റെ പ്രവർത്തികൾക്കും സ്ഥാനമുള്ളതിനാൽ പിശാച് വന്ന് വചനത്തെ എടുത്തു കൊണ്ടുപോകുന്നു. വീണ്ടും പിശാച് വ്യക്തികളെ അടിമകളാക്കുന്നു. അടുത്ത കൂട്ടർ വചനം കേൾക്കുന്നു, എന്നാൽ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. അതേ അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, ഉയർച്ചയുടെ വാഗ്ദത്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. നിശ്ചയമായി യേശു കർത്താവ് നമ്മെ സൗഖ്യമാക്കും, നമുക്ക് സമാധാനം നൽകും, നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ അനുഗ്രഹിക്കും. എന്നാൽ തൽക്കാലം വിശ്വസിക്കും, എന്നാൽ പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകും. അതെ, പരീക്ഷാ സമയം ഉണ്ടെന്നേ, പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകും. അടുത്ത കൂട്ടരും വചനം കേൾക്കുന്നവരാണ്, എന്നാൽ അവർ പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാതെ പോകുന്നു. അപ്പോൾ പലവിധമായ ചിന്തകൾ, ആകാത്ത ചിന്തകൾ, ആമേൻ, അതുപോലെ ധനം, ഇവയൊക്കെ നമുക്ക് പൂർണ്ണമായി ഫലം കൊടുക്കുവാൻ തടസ്സമാണ്. സംസാരഭോഗങ്ങൾ, സംസാരിച്ചിരിക്കുമ്പോൾ ഒത്തിരി ആശയങ്ങൾ വരും, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അത് രസം തോന്നും. ത്രസിപ്പിക്കുന്ന സംസാരഭോഗങ്ങൾ, ഇതൊക്കെയും നാം അറിയാതെ നമ്മിൽ നിന്ന് പുറപ്പെടുന്നു. നമ്മെ സന്തോഷിപ്പിക്കുന്നു എങ്കിലും, നമുക്ക് അനുഗ്രഹം ഉണ്ടാക്കുന്നു, നമുക്ക് ധനത്താൽ മാന്യതയൊക്കെ വരുന്നു എങ്കിലും വചനം ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. പൂർണ്ണമായി ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല, ഫലം കൊടുക്കുവാൻ കഴിയത്തില്ല. എന്നാൽ 15-ാം വചനത്തിൽ വായിക്കുന്നു, വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അമ്മയായ മറിയെക്കുറിച്ച് വായിക്കുന്നു. മറിയ യേശുവിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. യാക്കോബിനെ കുറിച്ച് വായിക്കുന്നു. ജോസഫിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം യാക്കോബ് സംഗ്രഹിച്ചു വെച്ചു. ആ സംഗ്രഹിച്ചു വെച്ച മാതാപിതാക്കൾ അതിൻ്റെ പ്രവർത്തികൾ തലമുറകളിലൂടെ കണ്ടു. ആമേൻ. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വചനം നാം എല്ലാവരും കേൾക്കണം. എന്നാൽ കേട്ട് നമ്മളത് സംഗ്രഹിക്കണം. അതിന് നമ്മുടെ ഹൃദയം ഗുണമുള്ള നല്ല ഹൃദയമായിരിക്കണം. അതിന് നാം ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ശുദ്ധ ഹൃദയത്തോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ, ആമേൻ, ദൈവഭക്തിയുള്ള ഹൃദയത്തോടെ നാം ആയിരിക്കുമെങ്കിൽ നിശ്ചയമായി നമുക്ക് സംഗ്രഹിക്കുവാൻ കഴിയും. വചനം സംഗ്രഹിച്ചിട്ട് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരായിരിക്കും. ക്ഷമയോടെ വചനം ഞാൻ കേട്ടു, ഞാൻ സംഗ്രഹിച്ചു, ഇപ്പോൾ തന്നെ ഫലം കൊടുക്കണം, ഇപ്പോൾ തന്നെ അതിൻ്റെ മാറ്റം വരണം. അല്ല, യഥാർത്ഥമായി വചനം കേട്ട് വിശ്വസിച്ച് സംഗ്രഹിക്കുന്നവർ ക്ഷമയോടെ കാത്തിരിക്കും. ആ കേട്ട വചനത്തിൻ്റെ ഫലം ആമേൻ 100 മേനിയായി
ഒരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാം വചനം. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഏതാണ് ആ ദേശം? ഗെരാർ ദേശം. അവിടെ എന്താണ് ആ സമയത്ത്? ക്ഷാമം. 1-ാം വചനത്തിൽ വായിക്കുന്നു, അബ്രഹാമിൻ്റെ കാലത്തുണ്ടായി മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. ആമേൻ. അപ്പോൾ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി തയ്യാറായി. എന്നാൽ 2-3 വചനങ്ങളിൽ യഹോവ ഒരു ചില കാര്യങ്ങൾ ആമേൻ ഇസ്ഹാക്കിനോട് അരുളി ചെയ്യുന്നു. നീ മിസ്രയീമിലേക്ക് പോകരുത്. ആമേൻ. നീ ഈ ദേശത്ത് താമസിക്കുക. നീ മിസ്രയീമിലേക്ക് പോകരുത്, ഈ ദേശത്ത് താമസിക്കുക. എന്തുകൊണ്ട് കർത്താവേ അങ്ങനെ പറയുന്നത്? ഇവിടെ ക്ഷാമമല്ലേ? അവൻ എൻ്റെ അപ്പൻ്റെ കാലത്തും അബ്രഹാമിൻ്റെ കാലത്തും ക്ഷാമമുണ്ടായതല്ലേ? ഇപ്പോൾ എൻ്റെ കാലത്തും ക്ഷാമം വന്നു, ഞാനും ഈ ക്ഷാമത്തിൽ അകപ്പെട്ടിരിക്കുവാനോ? അല്ലല്ല. അവൻ എന്നാൽ ദൈവം പറയുന്നു, നീ പോകരുത് മിസ്രയീമിലേക്ക്, നീ ഈ ദേശത്ത് പാർക്കാം. ആമേൻ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ സത്യം ചെയ്ത കാര്യങ്ങളൊക്കെയും നിന്നിലൂടെ ഞാൻ നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒത്തിരി വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. അത് കേട്ട ഇസ്ഹാക്ക് ആമേൻ ഹല്ലേലൂയ അവിടെ തന്നെ പാർത്തു. 6-ാം വചനത്തിൽ അവിടെ തന്നെ പാർത്തു. എന്നാൽ അതിൻ്റെ അടുത്ത വചനങ്ങളിൽ വചനം ദൈവത്തിൻ്റെ ആലോചന കൽപ്പന കേട്ടു, അതിന് പ്രകാരം സാഹചര്യങ്ങൾ നോക്കാതെ ഇവിടെ പാർത്തു. എന്നാൽ 7, 8, 9 വചനങ്ങളിലൊക്കെ ഇസ്ഹാക്ക് ഭയപ്പെടുന്ന ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ആമേൻ. എന്നാൽ അവിടെയും രാജാവ് മുഖാന്തരം 11-ാം വചനത്തിൽ കൽപ്പിക്കുന്നു, ആമേൻ, ഈ പുരുഷനെയോ അവൻ്റെ ഭാര്യയെയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകുമെന്ന് സകല ജനത്തോട് കൽപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് നാം വിധേയപ്പെട്ട് അനുസരിക്കുമെങ്കിൽ, നല്ല നിലമായ നമ്മുടെ ഹൃദയത്തിൽ ആ കൽപ്പന, ആ വചനം നാം സ്വീകരിക്കുമെങ്കിൽ, അതിനെ സംഗ്രഹിച്ച് പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ താമസിക്കുക, നിൽക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് നാം നിൽക്കുമെങ്കിൽ, ചെയ്യേണ്ടത് ചെയ്യുമെങ്കിൽ, ആമേൻ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ആമേൻ. ആ ദേശത്ത് പാർത്തപ്പോൾ അവിടെ ചില ഭയപ്പെടുന്ന പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും അവിടെ മറ്റൊരു രാജാവിനെ കൊണ്ട് ദൈവം കൽപ്പന പുറപ്പെടുവിച്ചു, ഈ മനുഷ്യനെയോ ഭാര്യയെയോ തൊടുന്നവന് മരണശിക്ഷ. പ്രിയ ദൈവമക്കളെ, ആമേൻ, നാം സംരക്ഷണം തേടി, നന്മ തേടി, ക്ഷാമമാണല്ലോ ഇവിടെ സംരക്ഷണമില്ലല്ലോ എന്ന് പറഞ്ഞ് തേടി അലയണ്ട. നമുക്ക് വേണ്ടി കൽപ്പിക്കുന്നൊരു ദൈവം. എന്നാൽ ദൈവം പറയുന്നത് നാം അനുസരിക്കുമ്പോൾ കർത്താവ് അത് ചെയ്യും. ദൈവം നമ്മോട് കൂടെയിരിക്കും. എത്ര പേർക്ക് അനുഭവമുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവ് ഇന്നും എൻ്റെ കൂടെയുണ്ട്. ക്ഷാമമായിരുന്നാലും ദൈവം എന്നോട് കൂടെയുണ്ട്. കാരണം ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഭയപ്പെടുന്ന സാഹചര്യമായിരുന്നാലും അത് ദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട്, തൊടരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 12-ാം വചനത്തിൽ ആ ദേശത്ത് ഇസ്ഹാക്ക് വിതച്ചു. ക്ഷാമമാണ്, പക്ഷേ വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. വിതച്ച ഉടനെ വിളവ് കിട്ടിയോ? ക്ഷാമമാ. വിളവ് കിട്ടുന്നതേ പ്രയാസം. ഒരു സാധ്യതയുമില്ല. ആ ദേശത്ത് ആരും വിതയ്ക്കുന്നില്ല ആ സമയത്ത്. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ ഭക്തനെ ദൈവം ഉപയോഗിച്ചു, വിതച്ചു. ആ ആണ്ടിൽ ക്ഷമയോടെ ഇസ്ഹാക്ക് കാത്തിരുന്ന് കാണമല്ലേ. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. പ്രിയ മക്കളെ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഈ നാളുകളിൽ യഹോവയുടെ കൽപ്പനകൾക്ക് അനുസരിക്കുക. കേട്ട വചനം പോലെ ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വചനം കേട്ട് സംഗ്രഹിച്ച് അത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുക. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, അവസ്ഥകളൊക്കെ മാറി മറിഞ്ഞെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ പിടിച്ചു നിൽക്കുമെങ്കിൽ, വചനത്തിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി, ദൈവകൽപ്പനയ്ക്ക് നാം ഉറച്ചു നിൽക്കുമെങ്കിൽ, നമുക്ക് വേണ്ടി കൽപ്പിക്കുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് ക്ഷാമകാലത്തും അവിടെ ഇസ്ഹാക്കിന് 100 മേനി വിളവ് കിട്ടി. അടുത്ത വചനങ്ങളിൽ വായിക്കുന്നു, അവൻ മറ്റുള്ളവർ അസൂയ തോന്നുമാറ് ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. വീണ്ടും ഒത്തിരി കാര്യങ്ങൾ ഇസ്ഹാക്കിനെ കൊണ്ട് ആ ദേശത്ത് ചെയ്യിപ്പിച്ചു. പ്രിയ മക്കളെ, ആ കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്.
അവൻ ഈ നാളുകളിൽ വചനം കേൾക്കുക, സംഗ്രഹിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. നിശ്ചയമായി നാമം ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറും. നാമം ദൈവത്തിനു വേണ്ടി നിലനിൽക്കും. നമ്മിലൂടെ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.